രഞ്ജി ട്രോഫിയിൽ കേരളവും വിദർഭയും തമ്മിലുള്ള മത്സരം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് ഇന്നിംഗ്സിൽ ആദ്യം ബാറ്റ് ചെയ്ത വിദർഭയാവട്ടെ 379 റൺസാണ് എടുത്തിട്ടുള്ളത്. എന്നാൽ ഫസ്റ്റ് ഇന്നിംഗ്സിൽ ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കേരള ടീം ആവട്ടെ ഒടുവിൽ വിവരം കിട്ടുമ്പോൾ 192 റൺസിന് 4 വിക്കറ്റാണ് നഷ്ടമായിട്ടുള്ളത്. ഇപ്പോൾ നിലവിൽ കേരള ടീമിന് വേണ്ടി ക്രീസിലുള്ളത് സച്ചിൻ ബേബിയും അതുപോലെ സൽമാൻ നിസാറുമാണുള്ളത്. ഏതായാലും വളരെ ഒരു മികച്ച മത്സരമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമുക്കറിയാം കേരള ടീം ആവട്ടെ ചരിത്രത്തിൽ രഞ്ജി ട്രോഫിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഫൈനലിൽ എത്തുന്നത്. ഏതായാലും വളരെ ഒരു ആവേശകരമായിട്ടുള്ള മത്സരം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ മറ്റൊരു എടുത്തു പറയേണ്ട ഒരു കാര്യം, പലരുടെ സംശയമാണ് ഈ ഒരു ഫൈനൽ മത്സരം സമനിലയാവുകയാണെങ്കിൽ ആർക്കായിരിക്കും വിജയ സാധ്യത ഉള്ളത്. അതായത് ഇപ്പോൾ കേരളം ഫസ്റ്റ് ഇന്നിംഗ്സിൽ ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കേരള ടീം ആവട്ടെ ഫസ്റ്റ് ഇന്നിംഗ്സിൽ ലീഡ് നേടുകയും പിന്നീട് ഈ ഒരു മത്സരം സമനിലയിലോട്ട് പോവുകയാണെങ്കിൽ കേരള ടീം കേരളത്തിനായിരിക്കും രഞ്ജി ട്രോഫി സ്വന്തമാക്കാൻ അനായാസം സാധിക്കും. ഇപ്പോൾ നിലവിൽ സച്ചിൻ ബേബിയും അതുപോലെ സൽമാൻ നിസാറും ഉണ്ട്. ഇനി അസറുദ്ദീൻ, ജലക് സക്സേന ഒക്കെ പോലത്തെ ഒരുപിടി മികച്ച താരങ്ങൾ ഇനിയും കേരളത്തിന് വേണ്ടി ബാറ്റിങ്ങിന് ഇറങ്ങേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. ഏതായാലും മികച്ചൊരു ഫൈറ്റ് കേരള ടീം വിദർഭക്ക് നൽകുന്നുണ്ട് എന്നുള്ളത് പറയേണ്ട കാര്യം തന്നെയാണ്. ഇനി മറ്റൊരു കാര്യം എന്തെന്ന് വെച്ചാൽ വിദർഭയാവട്ടെ, വിദർഭയുടെ ഇപ്പോഴത്തെ ഈ ഒരു സെക്ഷൻ ആയപ്പോൾ വിദർഭയുടെ സ്പിന്നർമാർക്കൊക്കെ നല്ല രീതിയിലുള്ള ടേണും കാര്യങ്ങളൊക്കെ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. ഏതായാലും കേരള ടീം മിക്കവാറും ഒരു ഫസ്റ്റ് ഇന്നിംഗ്സ് മികച്ചൊരു ലീഡ് സ്വന്തമാക്കാൻ തന്നെയായിരിക്കും ശ്രമങ്ങൾ നടത്തുക എന്നുള്ളത് നമുക്ക് കാണേണ്ട കാര്യം. ഏതായാലും കേരള ടീം കപ്പടിക്കാൻ നല്ലൊരു സാധ്യത ഞാൻ കാണുന്നുണ്ട്. ഇതുപോലെ ഈ മികച്ച പ്രകടനമായിട്ട് ഇതുപോലെ നല്ല രീതിയിൽ ഇപ്പം ആദിത്യ സർവാർത്തെ നല്ല രീതിയിൽ കളിച്ചു. 79 റൺസിനാണ് അദ്ദേഹം പുറത്തായത്. അതുപോലെ റോഹൻസ് കുന്നുമ്മലിന് മികച്ച ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. ഏതായാലും കേരളവും വിദർഭയും തമ്മിലുള്ള മത്സരത്തിന്റെ മറ്റ് അപ്ഡേറ്റുകൾ ഈ ചാനൽ വഴി നൽകുന്നതായിരിക്കും.